ഇന്നത്തെ അറിയിപ്പുകൾ. കൊച്ചി മാതൃകയിൽ ആലപ്പുഴയിലും കൊല്ലത്തും വാട്ടർ മെട്രോ പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. പദ്ധതിയുടെ സാധ്യതാ പഠനം ഡിസംബറിൽ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനാണ് പദ്ധതിയുടെ ചുമതല. വിവിധ സംസ്ഥാനങ്ങളായ രാജ്യത്ത് 21 ഇടങ്ങളിൽ കൊച്ചിയുടെ മാതൃകയിൽ വാട്ടർ മെട്രോ നടപ്പാക്കുന്നതിനാണ് ശ്രമം. കേരളത്തിൽ നിന്ന് ആലപ്പുഴ, കൊല്ലം ജില്ലകൾ മാത്രമാണ് ഇതിൽ ഇടം നേടിയിട്ടുള്ളത്. ഗതാഗത സംവിധാനത്തിനൊപ്പം വിനോദസഞ്ചാര മേഖലയ്ക്കും ഗുണം ലഭിക്കുന്ന രീതിയിലായിരിക്കും പദ്ധതി പ്രദേശം, റൂട്ടുകൾ, ബോട്ടുകൾ, മറ്റ് അനുബന്ധ സൗകര്യങ്ങൾ തുടങ്ങിയവയെപ്പറ്റി വിശദ പഠനത്തിന് ശേഷമാണ് തീരുമാനമെടുക്കുകയെന്ന് KMRL അറിയിച്ചു. കൂടുതൽ ജലാശയങ്ങൾ ഉള്ളതും യാത്രക്കാർ ഏറെയുള്ളതുമായ പ്രദേശങ്ങൾ കണക്കിലെടുത്താണ് ആലപ്പുഴയെയും കൊല്ലത്തെയും വാട്ടർ മെട്രോ പദ്ധതിക്കായി തിരഞ്ഞെടുത്തത്. ജലഗതാഗത വകുപ്പിന്റെ സൗകര്യങ്ങളെ ബാധിക്കാതെയാകും വാട്ടർ മെട്രോ സർവീസ്. പൂർണ്ണമായും സൗരോർജ്ജ ബോട്ടുകൾ ഉപയോഗിക്കുന്നതിൽ പരിസ്ഥിതി മലിനീകരണവും ഉണ്ടാവില്ല. എയർ കണ്ടീഷൻ സൗകര്യമുള്ള ആധുനിക ബോട്ടുകളാവും ഉണ്ടാവുക. കൊച്ചി വാട്ടർ മെട്രോയുടെ മാതൃകയിൽ ഏകീകൃത ഓപ്പറേഷൻ കൺട്രോൾ സെന്ററിൽ നിന്നാകും ബോട്ട് നിർമ്മിക്കുക. വിനോദസഞ്ചാരികൾ ഏറെയുള്ള ആലപ്പുഴ, മുഹമ്മ, പാതിരാമണൽ, കുമരകം റൂട്ടുകളിലാണ് പ്രാമുഖ്യം നൽകുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംശാദായം യഥാസമയം ഒടുക്കാതെ അംഗത്വം നഷ്ടപ്പെട്ട തൊഴിലാളികൾക്ക് അംഗത്വം പുനഃസ്ഥാപിക്കാൻ അവസരം. 2015 സെപ്റ്റംബർ 9 മുതൽ കുടിശ്ശിക വരുത്തിയവർക്കാണ് ആനുകൂല്യം. 60 വയസ്സ് പൂർത്തിയായ തൊഴിലാളികൾക്ക് കുടിശ്ശിക അടയ്ക്കേണ്ട ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ പകർപ്പും ഫോട്ടോയും സഹിതം ഡിസംബർ 10 വരെ അംഗത്വം പുനഃസ്ഥാപിക്കാം. ശബരിമല മണ്ഡലകാലത്തെ തീർത്ഥാടകരുടെ തിരക്ക് കണക്കിലെടുത്ത് റെയിൽവേ സ്പെഷ്യൽ സർവീസുകൾ പ്രഖ്യാപിച്ചു. ചെന്നൈ, ഹൈദരാബാദ്, മഹാരാഷ്ട്ര, ആന്ധ്ര, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നും കേരളത്തിലേക്കും തിരിച്ചുമുള്ള സർവീസുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇരുദിശയിലേക്ക് 32 സ്പെഷ്യലുകൾ വിന്യസിച്ച് 274 സർവീസുകളാണ് നടത്തുക. സ്പെഷ്യൽ ട്രെയിൻ ആയതിനാൽ ഉയർന്ന നിരക്കാണ് ഈ സർവീസുകൾക്കെല്ലാം.